ഈയിടെയായിട്ട് ഇത്തിരി കൂടുന്നുണ്ട്. ടെൻഷൻ കൊണ്ടാ മോളെ. ആ മോഷണത്തിനും ബലാത്സംഗത്തിനും സാക്ഷികളായിട്ടില്ല. ഒഴിക്കൊഴിക്ക്. അയ്യോ, ആരാ ഇപ്പൊ ഈ നേരത്തെ? എന്താ ഇപ്പൊ ഞാൻ ചെയ്യാ? നീ എവിടെങ്കിലും പോയി ഒളിച്ചോ. ഞാൻ പോയിട്ട് പിന്നെ വന്നാലോ? വേണ്ട, ഞാൻ ഇപ്പൊ വരാം. പൊക്കോ, പുറവശത്തേക്ക് പൊക്കോ. ചെല്ലേ. ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഒന്ന് അറിയിച്ചാ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇരുന്നിട്ട് ഇരിപ്പുറക്കണ്ടേ? മേലുദ്യോഗസ്ഥന്മാരുടെ തെറി ഒരു വശത്ത്, ആളുകളുടെ കല്ലേറ് വേറൊരു വശത്ത്. അതൊക്കെ ഞാൻ അറിഞ്ഞു. ഓ, അറിഞ്ഞു അല്ലേ? എന്നിട്ടെന്താ ഒന്ന് വന്ന് അന്വേഷിക്കാൻ? ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അപ്പോഴാ ഇവിടെ ഒരു മറ്റേ അവൻ ആ ചെറ്റ മാഷ് സാക്ഷി പറയാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞു. എങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യണം. അതിനുള്ള വകുപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിനേക്കാളും എളുപ്പമുള്ള മറ്റൊരു വഴിയാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. ആ വഴിയൊന്ന് തുറന്നു പറയടോ. ക്രെഡിബിലിറ്റി ഉള്ള ഒരു സാക്ഷിയാണല്ലോ നമുക്ക് വേണ്ടത്. അതെ. അതുകൊണ്ട് ഈ രണ്ട് കേസിലും എഴുത്തച്ഛൻ തന്നെ സാക്ഷി പറഞ്ഞാ മതി. സ്വന്തം സ്കൂളിലെ മാഷായ മാധവൻകുട്ടി മാഷ കാണാൻ എഴുത്തച്ഛൻ അയാളുടെ താമസ സ്ഥലത്ത് പോയി. അപ്പോൾ ആ ബാൽക്കണിയിൽ വെച്ച് മോഷണം കണ്ടു. അത് ഞാൻ